കണ്ടന്റിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലനെ വീട്ടിലേക്ക് വിളിക്കുന്ന എല്ലാവരും ബാലേട്ട വായോ എന്നൊക്കെ പറഞ്ഞ് ഗോമതി ഇങ്ങനെ കരഞ്ഞൊക്കെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം ബാലേട്ടൻ എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞപ്പോൾ, നീ എന്തിനാ ഗോമതി എന്നോട് മാപ്പ് ചോദിക്കുന്നു? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, നമ്മുടെ മക്കളല്ലേ തെറ്റ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പലപ്പോഴും ഞാൻ പല വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായത് നീ കാരണമെന്നൊക്കെ പറഞ്ഞ് നിനക്ക് വേണ്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണമംഗലത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ അനന്തവർമ്മയും അച്യുതവർമ്മയും പുറത്ത്. അപ്പം നമ്മൾ നന്ദിത വന്ന് ചോദിക്കുന്നുണ്ട്, അനന്തേട്ടാ ഓഫീസിലേക്ക് ഇപ്പോൾ പോകണോ, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് എന്തേ ഓഫീസിലെ കാര്യങ്ങളൊക്കെ പെൻഡിങ്ങാണ്, പോകാണ്ടിരുന്നാൽ ശരിയാവില്ല, എന്തു പറ്റി? നമ്മളെ നാട്ടുകാർ പരിഹസിക്കുന്നു വിചാരിച്ചിട്ടാണോ? ആര് വേണേലും പരിഹസിച്ചോട്ടെ, പരിഹാസം ഒന്നും നാളെയും കൊണ്ട് അവസാനിക്കൊന്നുമില്ല നന്ദിതേ, അത് നമ്മുടെ മരണം വരെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് വിചാരിച്ച് നമ്മൾ ഇവിടെ കയറി ഒടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, നമുക്ക് പോകേണ്ട കാര്യങ്ങൾക്ക് പോകാനേ പറ്റൂ എന്ന് പറയും. ആ സമയത്ത് അച്യുതൻ ഇറങ്ങി വരുന്നുണ്ട്. അച്യുതൻ പറയുന്നുണ്ട്, അതെ പരിഹസിക്കുന്നവർക്ക് നമുക്ക് നല്ല മറുപടി കൊടുക്കാം, ഇങ്ങോട്ട് വരട്ടെ, അവളെ പോയി പരിഹസിക്കട്ടെ, അല്ലാണ്ട് നമ്മളല്ലേ പരിഹസിക്കേണ്ടതെന്നൊക്കെ പറയും. ആ സമയത്ത് രാജശ്രീ അങ്ങോട്ട് വരുമ്പോൾ രാജശ്രീയോടും പറയുന്നുണ്ട്, നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും പരിഹാസത്തോടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ ചുട്ട മറുപടി കൊടുത്തോന്ന് പറയും. അതെ, എനിക്ക് നിങ്ങളോട് എല്ലാവരുമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. രാജശ്രീ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, അലോകിന് എത്രയും പെട്ടെന്ന് ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണം, അലോകിന് നല്ല വിഷമമുണ്ട്, നമ്മളോട് പറയുന്നില്ല എന്നുള്ളൂ, ആ കല്യാണം മുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അനന്തവർമ്മയ്ക്കും നന്ദിതയ്ക്കും വല്ലാത്ത വിഷമാവുന്നുണ്ട്. ശരിയാണ്, എൻ്റെ മോള് കാരണമാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറ്റിയെന്നൊക്കെ പറഞ്ഞപ്പോൾ അച്യുതൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ മോളോ? അപ്പം അനന്തേട്ടൻ്റെ മോളും ഇത്രയും ഞങ്ങളുടെ മോൻ അലോകും അങ്ങനെയാണോ അനന്തേട്ടൻ കണ്ടേക്കണത്? നമ്മൾ ഒരേ മനസ്സായി ഒരേ ശരീരം ഒരേ മനസ്സോടെ ജീവിക്കണമല്ലോ, നമ്മളൊരു കുടുംബമാണ്, അപ്പം നമുക്ക് ആർക്ക് എന്ത് സംഭവിച്ചാലും അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. എന്തായാലും നീ പേടിക്കേണ്ട രാജശ്രീ, നമുക്ക് ആലോകിൻ്റെ കല്യാണം നല്ല രീതിയിൽ ഗംഭീരമായിട്ട് തന്നെ നടത്താമെന്ന് അനന്തൻ നമ്മുടെ നന്ദിതയ്ക്ക് രാജശ്രീക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. രാജശ്രീക്ക് അപ്പോൾ സമാധാനമാവുന്നുണ്ട്. നന്ദിതയാണെങ്കിൽ വല്ലാത്ത വിഷമത്തിലും മിത്രനെ ഒരിക്കലും മിത്രനോട് ക്ഷമിക്കില്ല. മാത്രമല്ല ആ സ്വർണ്ണം നമുക്ക് എങ്ങനെ എത്രയും പെട്ടെന്ന് മേടിച്ചെടുക്കണം, അതിനുള്ള വഴികളിൽ നമുക്ക് നോക്കേണ്ടത് എന്നൊക്കെ പറയുന്നത് ആ ബാലൻ മകനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാവുള്ളൂ, എൻ്റെ ചേട്ടൻ കഷ്ടപ്പെട്ട പൈസ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട്. ഇതേസമയം തന്നെ ദേവമംഗലത്ത് മിത്ര വാതുക്കയിൽ വന്ന് നിൽക്കുന്നുണ്ട്, അച്ഛനെ ആരെങ്കിലും ഇറങ്ങണത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മാമൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മിത്രേ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല, ഇപ്പോഴും നിങ്ങളുടെ പെരുമാറ്റം കണ്ടിട്ട് നിങ്ങൾ അത്ര സ്നേഹമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ചെറിയച്ഛൻ എന്ത് ഇത്രയും പറഞ്ഞിട്ട് ഞങ്ങളെ വിശ്വാസമില്ലെന്ന് ചോദിക്കും. ഇല്ല, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, സത്യം പറ, എന്താ സംഭവിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ? നിങ്ങൾ അങ്ങനെ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ ഒരു തവണ പോലും എനിക്ക് നിങ്ങൾ സ്നേഹം എന്നുള്ള ഒരു തോന്നലുണ്ടായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് മീനാക്ഷി വരുന്നുണ്ട്. മീനാക്ഷി പറയുന്നുണ്ട്, എന്താ അവിടെ സംശയം എന്ന് ചോദിക്കുമ്പോൾ ചെറിയച്ഛന് ഞാൻ പറഞ്ഞതൊന്നും വിശ്വാസമായിട്ടില്ല ചേച്ചി എന്ന് പറയും. അപ്പം നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട്, ചെറിയച്ഛ സോറി മാമ, അങ്കിള് സ്നേഹിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ അങ്കിള് പ്രേമിക്കണം, അപ്പോൾ അതിൻ്റെ അതറിയുള്ളൂ, ഒരാളറിയില്ല, ദൈവം തമ്പുരാൻ പോലും അറിയില്ല. ഇപ്പം ആകാശ് പ്രണയിച്ചിട്ടുണ്ട്, ആകാശിന് പ്രേമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഇല്ലായിരുന്നു, ആകാശിനൊരു പ്രേമം ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ആര്യനും, ഒരാളും അറിയില്ല ഇവരുടെ ഇങ്ങനെ പ്രണയിക്കുന്നവരുടെ കാര്യം, അതിനെ മാമൻ പ്രണയിച്ച് നോക്കുക അപ്പം മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയും. അല്ല നീ എന്താ ഇവിടെ നിൽക്കണേന്നൊക്കെ ചോദിച്ച് മീനാക്ഷി മിത്രനെ വഴക്ക് പറയുന്നുണ്ട്. നീ ഇവിടെ നിന്നിട്ടൊന്നും കാര്യമില്ല, ഇന്നോ നാളെയൊന്നും നിങ്ങളെ വീട്ടിലെ പണക്കം തീരൂല, അത് നീ വിചാരിച്ച് പ്രതീക്ഷിച്ചൊന്നിരിക്കേണ്ട മോളെ, അതിന് കുറച്ച് നാൾ പിടിക്കും. എന്തായാലും നീ നിനക്ക് മാമൻ അങ്ങോട്ട് നീങ്ങിയപ്പോഴുണ്ട് പറയട്ടെ, നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിവാഹമാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമല്ല, 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ, കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ, എന്നിട്ട് ഇതേപോലെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയും. അപ്പം മിത്ര പറയുന്നുണ്ട്, ചേച്ചി എൻ്റെ അച്ഛനെ അമ്മനെയൊക്കെ കാണാൻ എനിക്ക് ആഗ്രഹം കൊണ്ട് ഞാനിവിടെ നിൽക്കുന്നതാണ്, എൻ്റെ അച്ഛനെല്ലാം ക്ഷമിച്ച് ഇന്നലെ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ പോകാഞ്ഞതിന് കാരണം ചേച്ചിക്ക് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ പറയുന്നുണ്ട്, താലി പിടിച്ചിട്ട് പറയും, എനിക്കിത് പൊട്ടിച്ച് കളയാൻ തോന്നുന്നില്ല ചേച്ചി, ഇതിൻ്റെ കഴുത്തിൽ കിട്ടിയപ്പോൾ ഇതൊരു താലിയായില്ലേ, ഞാനൊരു ഭാര്യയായില്ലേ, അതുകൊണ്ട് തന്നെ എനിക്കിത് കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും മോളെ താലിയുടെ മഹത്വം, താലി എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ കഴുത്തിൽ വന്നാൽ നമ്മളത് ഊരില്ല പരമാവധി, അത് നമ്മൾ അതിനായിട്ട് പൊരുത്തപ്പെട്ടു പോകും എന്നൊക്കെ പറയും. ആ സമയത്ത് അച്യുതവർമ്മയും ആനന്ദവർമ്മയും പുറത്തേക്ക് ഇറങ്ങി വരും. ചേട്ടാ അതേ നിൽക്കുന്നുണ്ടാവുള്ളൂ നമ്മളെ നോക്കിയിട്ട് എന്ന് പറയും. അത് അവളോടെ നിന്നോട്ടെ, നമുക്ക് പോകാമെന്ന് പറയും ആനന്ദവർമ്മ. ആ സമയം തന്നെ അച്ഛാന്ന് വിളിക്കും മിത്ര, പൊടി എന്നറിയും. അപ്പം തന്നെ ചെറിയച്ഛൻ, ആരുടെ അച്ഛൻ? ഇവിടെ നിൻ്റെ അച്ഛനൊന്നുമില്ല, എടാ നീ ഇങ്ങോട്ട് വന്നെടാന്ന് പറഞ്ഞ് ധർമ്മനെ വിളിക്കും. ഓ ദേവേട്ടന്മാരെന്ന് പറഞ്ഞ് ധർമ്മന അങ്ങോട്ട് ചെല്ലും. അതെ ഒരു കാര്യം പറഞ്ഞേക്കാം, അച്ഛാ കൊച്ചാന്നൊന്നും വിളിച്ച ഒരാൾ ഞങ്ങളെ നോക്കി വഴിയിലൊന്നും നിൽക്കണ്ട, ഞങ്ങൾ ഒരിക്കലും ക്ഷമിക്കുന്നു വിചാരിച്ചിരിക്കുകയും വേണ്ട. പിന്നെ അവരോട് പറഞ്ഞേക്ക് ആ സ്വർണം അത് എത്രയും പെട്ടെന്ന് തിരിച്ചു തന്നാൽ അത്രയും പ്രശ്നങ്ങൾ ഒഴിവാകും എന്ന് പറഞ്ഞേക്ക്, അതല്ലേ ഇതിന് പിന്നിൽ വലിയ വിഭഷത്തുകളൊക്കെ ഉണ്ടാവും.
സ്വർണം കിട്ടാതെ ഞങ്ങൾ അടങ്ങുന്നു വിചാരിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞേക്കില്ലെങ്കിലേ പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ മുന്നിലെങ്ങാനും വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അവളെ കൊന്നു കളയുന്നു പറഞ്ഞേളാൻ പറഞ്ഞു. ഇതൊക്കെ മിത്ര കേക്കല് തന്നെയാണ് ഉറക്കനെ വിളിച്ച് പറയുന്നത്. എങ്ങനെ കൊല്ലും ചേട്ടാ, കഴുത്ത് ചരിച്ചോ അതോ വെട്ടിക്കൊല്ലോ എന്നൊക്കെ ചോദിക്കും. എന്നിടാ പരിഹസിക്കണോ, എങ്ങനെയായാലും കൊല്ലും, അത് കാണാതെ പോകും കൊല്ലുമ്പേന്ന് പറയും. അതൊക്കെ കേൾക്കുമ്പോൾ അനന്തവർമ്മയ്ക്ക് ഒരു വിഷമം ഉണ്ട്. അനന്തവർമ്മ അതിൻ്റെ അച്യുതാവാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ വണ്ടിയിൽ കയറി പോകും. അങ്ങനെ അവർ വളഞ്ഞ് തിരിഞ്ഞ് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ബാലനും ഗോമതിയും അവരെ മുന്നിൽ വന്ന് പെടുന്നുണ്ട്. ഇവർ ബ്രേക്ക് പിടിച്ചില്ലെങ്കിൽ രണ്ട് കൂട്ടരും കൂടി ഇടിക്കുന്ന ഒരു അവസ്ഥ പോലെ ആയിരുന്നു. ആ സമയത്ത് തന്നെ ഗോമതി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഗോമതിയോട് പറയുന്നുണ്ട്, ഗോമതി അവരെന്ത് പറഞ്ഞാലും കേട്ടിക്കണം, ഈ ഒരു അക്ഷരം പോലും വേണ്ടരുത്, നമ്മുടെ മകൻ ചെയ്ത തെറ്റ് നമ്മൾ ഏറ്റെടുക്കാതെ നിവർത്തില്ല, അതുകൊണ്ട് അവർ പറയുന്നതൊക്കെ കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരുണ്ടെന്നൊക്കെ പറയും. ശരി ബാലേട്ട, ഞാനൊന്നും പറയില്ല എന്ന് പറയും. പിന്നീട് അച്യുതവർമ്മ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ബാലനെ ഒരുപാട് അധിക്ഷേപിക്കുന്നുണ്ട്. ഇടാ, നീ ഈ കള്ളനുള്ള നിനക്ക് നിന്റെ മോനെ കരുവാക്കിനി ഞങ്ങളെ സ്വർണ്ണമൊക്കെ തട്ടിയെടുത്ത് ഞങ്ങളുടെ പെണ്ണിനെ വളച്ചെടുത്ത് നീ വലിയ മാനുള്ളടാ ബാലൻ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കള്ളത്തരം ചെയ്യൂല, മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ നീയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് എന്നൊക്കെ പറഞ്ഞു. ബാലനൊരു അക്ഷരം മിണ്ടുന്നില്ല. ആ സമയത്ത് ഗോമതിക്ക് ദേഷ്യം പേര് പറയുന്നു, മിണ്ടരുത്, എൻ്റെ ഭർത്താവ് കള്ളനൊന്നല്ല എന്ന് പറയും. കള്ളനല്ലെങ്കിൽ പിന്നെ ആ സ്വർണം തിരിച്ചാടി നീ എന്തിനാ സ്വർണം എടുത്ത് കൈ പിടിച്ചേക്കണമെന്ന് ചോദിക്കും. ആ സമയം പെട്ടെന്ന് തന്നെ നമ്മുടെ അനന്തവർമ്മയും കൂടി കാറിൽ നിന്ന് ഇറങ്ങും. ബാല, നീ ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ല, നിന്നോട് ഞങ്ങൾക്കൊരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. ആ സമയത്ത് മര്യാദയ്ക്ക് ഞങ്ങളുടെ സ്വർണം തിരിച്ചു തരണട കള്ള എന്ന് പറഞ്ഞ് നമ്മുടെ ബാലൻ്റെ കവളത്തേക്ക് അടിക്കാൻ വേണ്ടി കൈ ആഞ്ഞു പോക്കുന്നുണ്ട് അച്യുതവർമ്മ. ആ സമയത്ത് തന്നെ നമ്മുടെ ഗോമതി അതിൽ കയറി പിടിക്കുന്നുണ്ട്. തൊട്ടുപോകരുത് എൻ്റെ ബാലേട്ടനെ എന്ന് പറഞ്ഞ് കൈ വലിച്ച് താഴെയിടും. നിങ്ങൾ വലിയ രാജാക്കന്മാരായിരിക്കും, നിങ്ങൾ ഞങ്ങളെ തല കൊയ്യോ, നിങ്ങൾ രണ്ടാങ്ങളന്മാർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് നാട്ടിൽ ജീവിക്കൊന്നും വേണ്ടേ, നിങ്ങളുടെ സ്വർണം ഞങ്ങൾ എടുത്തിട്ടില്ല, പിന്നെ ബാലേട്ടൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ പല കാര്യങ്ങളും പറഞ്ഞു വന്നാൽ പിന്നെ അതിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, സത്യം ഒന്നും അറിയാണ്ടാണ് നിങ്ങൾ ഈ കുറ്റപ്പെടുത്തണേന്ന് മാത്രം ഗോമതി പറയുള്ളൂ. ആ സമയത്ത് നമ്മുടെ അനന്തവർമ്മ പറയും, ആ കല്യാണം മുടങ്ങിയ സമയത്ത് ചെക്കൻ്റെ വീട്ടുകാരെ നീ പറഞ്ഞ് സമാധാനിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് നിന്നോടൊരു സ്നേഹം തോന്നിയിരുന്നു, സത്യത്തിൽ നിന്നെ ഒന്ന് സ്നേഹിച്ചു വന്നതായിരുന്നു, ആ സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അതുകൊണ്ട് ഇനി നിന്നെയും ഞാനും നമ്മളും ശത്രുക്കൾ തന്നെയായിരിക്കും, പാമം അച്യുത നമുക്ക് പോകാം, ഇവർ നമ്മുടെ ശത്രുക്കളല്ല, കാരണം നമ്മുടെ ശത്രുക്കളാവാൻ വരും, ഇവർക്കൊരു അർഹതയില്ല എന്നൊക്കെ പറഞ്ഞ് അവർ കാറിൽ കയറി പോകും. സ്വർണത്തിൻ്റെ കാര്യം വീണ്ടും പറയുന്നുണ്ട്, സ്വർണം എത്രയും പെട്ടെന്ന് തരണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. പിന്നീട് ഗോമതി എന്നോട് പറയുന്നത്, നീ എന്തിനാ ഗോമതി ആവശ്യമില്ലാത്തൊക്കെ പറയാൻ പോയെന്ന് വെച്ചാൽ, പിന്നെ അല്ലാണ്ട് വിഷമാവൂലേ, ബാലേട്ടനല്ല ഒരു കള്ളം എന്ന് പറയുന്നത്, ബാലേട്ടൻ ഇതിൽ വല്ലതും അറിവുണ്ടോ എന്നൊക്കെ ചോദിച്ച്, സാരില്ല വാ നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞ് പോകും. പിന്നീട് ബാലൻ അകത്തേക്ക് കയറി വരും. ബാലേട്ടനോട് കുളിക്കാനൊക്കെ പറയും, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കാന്നൊക്കെ പറയും. കുളിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ പിന്നെ സമയമുണ്ടെന്ന് പറയും. ഇത്രയുടെ മുഖത്തേക്ക് പോലും നമ്മുടെ ബാലൻ നോക്കൂല. അതിനുശേഷം പറയുന്നുണ്ട്, നീ ആര്യനെ വിളിക്കുന്നു പറയും. ബാലേട്ട ആര്യനെ വഴക്കൊന്നും പറയും, നിന്നോട് വിളിക്കാനല്ലേ പറഞ്ഞതെന്ന് പറയും. ആ സമയത്ത് മീനാക്ഷിയും പറയുന്നുണ്ട്, അച്ഛാ അവരെന്തായാലും അവർ ഇഷ്ടത്തിനുള്ള ജീവിതം തിരഞ്ഞെടുത്തില്ല, ഇനി അവർ വഴക്ക് പറയുന്നുണ്ട്, അപ്പം നിന്നോട് അഭിപ്രായം ചോദിച്ചോ എന്ന് ചോദിച്ച് മീനാക്ഷിയോടും പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്താ അച്ഛാ വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ആര്യം വരുമ്പോൾ, നിന്റെ കല്യാണത്തിനെ കുറിച്ച് ഞാൻ ഇനിയൊന്നും പറയുന്നില്ല, നടക്കാനുള്ളത് നടന്നു, നാട്ടുകാർ പരിഹസിക്കും, അത് നമുക്ക് ഞാൻ കേൾക്കാം, ബാധ്യസ്ഥനാണ്, അത് കേൾക്കാം, പക്ഷേ എനിക്ക് കള്ളനുള്ളൊരു പേര് കേൾക്കാൻ പറ്റില്ല. ഇന്നലെ അനന്തവർമ്മയും അച്യുതവർമ്മയും പറഞ്ഞ വാക്കുകളൊക്കെ നിന്റെ മനസ്സിലുണ്ടല്ലോ, അതുകൊണ്ട് അതിനൊരു തീരുമാനം ഉണ്ടാവണം, എനിക്കിനി കള്ളപ്പേര് കേൾക്കാൻ പറ്റില്ല, കള്ളനുള്ളൊരു പേര് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരാളുടെ ഒരു രൂപ പോലും കൈ കൊണ്ട് തൊട്ടിട്ടില്ലാത്ത ഞാൻ കള്ളനായി, നീ കാരണം, അതിന് നീ തന്നെ ഒരു വഴി ഉണ്ടാക്കണം, പരിഹാരം നീ തന്നെ ഉണ്ടാക്കിയേ പറ്റൂ, എനിക്കത് വേറെ കാര്യങ്ങളൊന്നും അറിയേണ്ടതില്ല, എത്രയും പെട്ടെന്ന് അവരുടെ സ്വർണം തിരിച്ച് കൊടുക്കുക തന്നെ വേണം, അതല്ലാതെ വേറൊരു വഴിയില്ല, എനിക്ക് ഇതെൻ്റെ ഒരു അവസാന തീരുമാനമാണെന്ന് പറഞ്ഞ് ബാലൻ പോകുന്നുണ്ട്. ആര്യനും ഇത്രയും ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.